നടി ആക്രമിച്ച കേസിൽ അന്വേഷണം ശരിയായ ദിശയിലെന്ന് DGP ലോക്നാഥ് ബെഹ്റ. അന്വേഷണത്തിന് മേൽനോട്ട ചുമതല വഹിക്കുന്ന ബി സന്ധ്യയ്ക്ക് പ്രശംസ. കത്തിലൂടെയാണ് പ്രശംസ അറിയിച്ചത്. വിവരങ്ങളുമായി MR സജേഷ് ചേരുന്നുണ്ട്. സജേഷ്, ഈ കഴിഞ്ഞ ദിവസം സ്ഥാനമൊഴിഞ്ഞ DGP സെൻകുമാർ ഈ വിഷയത്തിൽ ADGP സന്ധ്യയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. അവർ പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയാണ് ഇത്തരത്തിൽ 13 മണിക്കൂർ ചോദ്യം ചെയ്യലടക്കം നടത്തിയത്. മാത്രമല്ല, കശ്യപുമായി സംസാരിക്കുന്നില്ല, അവരുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നില്ല എന്നൊക്കെ വിമർശിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ADGP സന്ധ്യ പരാതി നൽകിയിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ DGPയുടെ ഭാഗത്തു നിന്ന് ഈ പ്രതികരണം വന്നിരിക്കുന്നത്. തീർച്ചയായും മനു, മുൻ DGP TP സെൻകുമാറിന്റെ വിമർശനങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ലോക്നാഥ് ബെഹ്റ ADGP ബി സന്ധ്യയ്ക്ക് കത്തയച്ചിരിക്കുന്നത്. 2 ദിവസം മുമ്പാണ് കത്ത് അയച്ചിട്ടുള്ളത്. ഈ കത്തിൽ കൃത്യമായി പറയുന്നു, സന്ധ്യയുടെ അന്വേഷണത്തിന്റെ പുരോഗതി കൃത്യമായി തന്നെ DGP എന്ന നിലയിൽ ഞാൻ വിലയിരുത്തി. ആ അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരാരും തന്നെ ഏകോപനമില്ലെന്ന് പരാതി പറഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിൽ മറ്റു വിമർശനങ്ങൾക്ക് കഴമ്പില്ല, മറ്റു വിമർശനങ്ങളെ പരിഗണിക്കേണ്ടതുമില്ല. അന്വേഷണവുമായി ധൈര്യമായി മുന്നോട്ട് പോകുക എന്നാണ് DGPയുടെ കത്തിൽ പറയുന്നത്. ഈ കത്തിന് പ്രധാനപ്പെട്ട കാരണം ജൂൺ 30-ന് പുതിയ DGPക്ക് ADGP ബി സന്ധ്യ ഒരു കത്ത് നൽകിയിരുന്നു. ആ കത്തിൽ സെൻകുമാറിന്റെ വിമർശനങ്ങളെ തള്ളിക്കൊണ്ടുള്ള കത്തായിരുന്നു ബെഹ്റയ്ക്ക് നൽകിയത്. എന്തുകൊണ്ടാണ് DGP സ്ഥാനത്ത് നിന്ന് പുറത്തു വന്ന ഉടൻ ചാനലുകളിൽ പോയി ഈ അന്വേഷണത്തെ വിമർശിക്കുന്നതെന്ന് അറിയില്ല. അന്വേഷണത്തിന്റെ ഏകോപനവും അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തിക്കൊണ്ടും വളരെ കൃത്യമായി തന്നെ മുൻ DGP സെൻകുമാറിനെ ആ DGP ആയിരിക്കുന്ന ഘട്ടത്തിൽ അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് അന്വേഷണം സംസ്ഥാന പോലീസ് മേധാവി പോലും അറിയില്ല എന്ന തരത്തിൽ ചാനലുകളിലിരുന്ന് സംസാരിക്കുന്നു. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് കാണിച്ച് ജൂൺ 30-ന് സന്ധ്യ DGPക്ക് ജൂൺ 30-ന് നൽകിയ കത്തിന് സന്ധ്യ DGPക്ക് മറുപടി നൽകിയിരുന്നു. ആ കത്ത് കൂടി പരിശോധിച്ചാണ് ബെഹ്റ ഇപ്പോൾ സന്ധ്യക്ക് കത്ത് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം TP സെൻകുമാറിൻ്റെതായിട്ടുള്ള ഏറ്റവും പുതിയ ഒരു അഭിമുഖവും ഒരു വാരികയിൽ പുറത്തു വന്നിരുന്നു. ആ അഭിമുഖത്തിലും ADGP ബി സന്ധ്യയുടെ പബ്ലിസിറ്റി സ്റ്റണ്ടാണ് അന്വേഷണം ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് കാരണമെന്ന് വിമർശിച്ചിരുന്നു. ആ വിമർശനങ്ങൾ ഉൾപ്പെടെ തള്ളിക്കൊണ്ടാണ് ബെഹ്റയുടെ കത്ത്. മനു, പ്രധാനമായും ഈ അന്വേഷണ സംഘത്തിന് അവരുടെ നടപടികളുമായി മുന്നോട്ട് പോകാം, എല്ലാ തുടർ നടപടികൾക്കുമുള്ള അധികാരം അന്വേഷണ സംഘത്തിന് തന്നെ ഉണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണോ ലോക്നാഥ് ബെഹ്റയുടെ കത്ത് വന്നിരിക്കുന്നത്? തീർച്ചയായും മനു, DGPയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം വളരെ വിശദമായി തന്നെ ഈ കേസ് ഡയറി വിളിച്ചു വരുത്തി പരിശോധിച്ചിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്ന് DGP ആയതിനു ശേഷം ലോക്നാഥ് ബെഹ്റ പരിശോധിച്ചിട്ടുണ്ട്. ആലുവ ഗസ്റ്റ് ഹൗസിൽ 22-ാം തീയതി ചേർന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ യോഗത്തിന്റെ വിവരങ്ങൾ, ആ വിവരങ്ങൾ DGP അറിയിച്ചത്. പിന്നീട് 26-ാം തീയതി പോലീസ് ആസ്ഥാനത്തെത്തിയ IG ദിനേന്ദ്ര കശ്യപും ആലുവ റൂറൽ SP AV ജോർജും ഈ കാര്യങ്ങൾ DGPയോട് വിശദീകരിച്ചത് ഉൾപ്പെടെയുള്ള സമഗ്രമായ വിവരങ്ങൾ ലോക്നാഥ് ബെഹ്റ ശേഖരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സെൻകുമാറിന്റെ വിമർശനങ്ങൾ തള്ളിക്കൊണ്ടുള്ള ബെഹ്റയുടെ കത്ത്. ശരി, MR സജേഷാണ് വിവരങ്ങൾ നൽകിയത്. നടി ആക്രമിച്ച കേസിൽ അന്വേഷണം ശരിയായ ദിശയിലെന്ന് DGP ലോക്നാഥ് ബെഹ്റ. അന്വേഷണത്തിന് മേൽനോട്ട ചുമതല വഹിക്കുന്ന ബി സന്ധ്യയ്ക്ക് പ്രശംസ. കത്തിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. വിവരങ്ങളാണ് MR സജേഷ് ഇപ്പോൾ നൽകിയത്.